യുദ്ധകലുഷിതമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോഴും ഇസ്രായേലിലെ ക്രൈസ്തവർ തങ്ങളുടെ ആത്മീയ വികാരമായ വിശുദ്ധവാര ശുശ്രൂഷകളിലേക്ക് പൂർവാധികം പ്രാർത്ഥനയോടെയും ആവേശത്തോടെയുമാണ് ചുവടുവച്ചിരിക്കുന്നത്. ഓശാന ഞായറാഴ്ച അതിരാവിലെ ജെറുസലേമിലെ തിരുക്കല്ലറ ബസിലിക്കയിൽ ഈശോയെ മരിച്ച ശേഷം അടക്കിയ 3 ദിനങ്ങളുടെ പ്രതീകാർത്ഥം 3 പ്രാവശ്യം യേശുവിനെ അടക്കം ചെയ്തിരുന്ന കല്ലറ സൗധത്തെ വലയം ചെയ്തുള്ള പ്രദക്ഷിണവും ആഘോഷമായ ദിവ്യബലിയും നടത്തപ്പെട്ടു. ഉച്ചകഴിഞ്ഞായിരുന്നു വിശുദ്ധ നാട്ടിലെ ഓശാന ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതയായ ഓശാന പ്രദക്ഷിണം. ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തനിക്ക് കഴുതക്കുട്ടിയെ കണ്ടെത്താനായി യേശു ശിഷ്യഗണത്തെ അയച്ച പുരാതന ഇസ്രായേലിലെ സ്ഥലമായി പുതിയ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒലിവുമലയിലെ ബെത്ഫേജിൽ നിന്നും യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിച്ച അതേ വീഥികളിലൂടെയായിരുന്നു ബഹുജന പങ്കാളിത്തത്തോടെ ഓശാന പ്രദക്ഷിണം നടത്തപ്പെട്ടത്. ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസബെല്ല നേതൃത്വം നൽകി. വിവിധ സന്യാസ സമൂഹങ്ങളിലെ വൈദികരും സന്യസ്തരും ആയിരക്കണക്കിന് വിശ്വാസികളും താളമേളങ്ങളോടെയും വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയും ഓശാന ആർപ്പുവിളികളോടെയും ഘോഷയാത്രയിൽ പങ്കുചേർന്നു. ഒലിവിലകളും കുരുത്തോലകളും വീശി 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന രാജാതിരാജാവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം ജെറുസലേമിന്റെ തെരുവുകളിൽ പുനരാവിഷ്കരിക്കപ്പെട്ടു. ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ പ്രാർത്ഥനകളിലൂടെയും പാട്ടുകളിലൂടെയും സംഗീതോപകരണങ്ങളിലൂടെയും ദൈവത്തെ സ്തുതിക്കുകയും ക്രൈസ്തവരായതിലുള്ള തങ്ങളുടെ അഭിമാനം പ്രഘോഷിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.